അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി എടുക്കാനുള്ള ഭാഗം കോസ് ഓഫ് ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ ആണ്. അപ്പോൾ ഐഡിയൽ ഗ്യാസിൻ്റെ ബിഹേവിയർ, അതായത് ഐഡിയൽ ഗ്യാസ് ഡീവിയേഷൻ കാണിക്കുന്ന അല്ലെങ്കിൽ ഐഡിയൽ ഗ്യാസിൽ നിന്നും ഡീവിയേഷൻ കാണിക്കാനുള്ളത് മെയിനായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിൻ്റെ രണ്ട് അസംഷൻസ് ആണ്. ആ രണ്ടെണ്ണം എന്ന് പറയുന്നത്, ഫസ്റ്റ് വണ് ആക്ച്വൽ വോളിയം ഓഫ് ദ ഗ്യാസ് മോളിക്യൂൾ ഈസ് നെഗ്ലിജിബിൾ ആസ് കമ്പയർഡ് ടു ദ ടോട്ടൽ വോളിയം ഓഫ് ദ ഗ്യാസ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഒരു സിലിണ്ടറിൽ ഇവിടെ ഈ ബ്ലൂ കളറിൽ കാണിച്ചിട്ടുള്ളതാണ് അതിലുള്ള ഗ്യാഷ്യസ് മോളിക്യൂൾസ്. അപ്പം ഈ ഒരു സിലിണ്ടറിൻ്റെ ഇനീഷ്യൽ പ്രഷറുള്ള സമയത്ത് ഇത്രയും വോളിയം വരുന്നില്ലേ, പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ ബ്ലൂ കളറിലുള്ള മോളിക്യൂൾസിൻ്റെ വോളിയം എന്ന് പറയുന്നത് താഴോട്ട് വരുമ്പോൾ വളരെ കുറച്ചല്ലേ ഉള്ളൂ, ആണോ? അപ്പോൾ ആക്ച്വൽ വോളിയം ഓഫ് ദ ഗ്യാസ് മോളിക്യൂൾ എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണ് ആസ് കമ്പയർഡ് ടു ദ ടോട്ടൽ വോളിയം ഓഫ് ദ ഗ്യാസ്. ഈ ഒരു സമയത്ത് ഇത്രയും ആണ് ആ ഒരു ഗ്യാസിൻ്റെ വോളിയം എന്ന് പറയുന്നത്. പക്ഷേ അതിൽ ആക്ച്വൽ ഈ ഒരു മോളിക്യൂൾസ് ഇങ്ങനെ അടുക്കി വെച്ച് കഴിഞ്ഞാൽ അത് ഓൾമോസ്റ്റ് ഇത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ഗ്യാസ് മോളിക്യൂൾസിൻ്റെ വോളിയം എന്ന് പറയുന്നത് ടോട്ടൽ വോളിയത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, നെഗ്ലിജിബിൾ ആണ്, വളരെ വളരെ കുറവാണ്. ദെൻ രണ്ടാമത്തെ ഒരു അസംഷൻ എന്ന് പറയുന്നത് ഇൻ്റർമോളിക്യുലാർ അട്രാക്ഷൻസ് ആർ നോട്ട് പ്രസൻറ്റ് ഇൻ ഗ്യാസ് മോളിക്യൂൾസ്. അപ്പം ഇത് രണ്ടുമാണ് കൈനറ്റിക് തിയറിയിൽ നമ്മൾ പോസ്റ്റുലേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് രണ്ടും ഒരു ഫോൾട്ട് അസംഷൻ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഐഡിയൽ ബിഹേവിയറിനും ഡീവിയേഷൻസ് ഉണ്ടാവുന്നു. ഓക്കെ ആണോ? അപ്പം ഈ ഒരു ഇൻ്റർമോളിക്കുലാർ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഗ്യാഷ്യസ് മോളിക്യൂൾസിൽ ഇല്ല എന്നാണ് ആര് പറഞ്ഞത്, നമ്മൾ കൈനറ്റിക് മോളിക്കുലാർ തിയറിയിൽ പറഞ്ഞത്. ബട്ട് ഹൈ പ്രഷർ ആൻഡ് ലോ ടെമ്പറേച്ചർ ദേ ആർ സിഗ്നിഫിക്കൻ്റ്. അതെന്താണ്, സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പം ഹൈ പ്രഷറിലും ലോ ടെമ്പറേച്ചറും ആവുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു കണ്ടീഷൻസ് കൺസിഡർ ചെയ്യണം. അതെന്തായിട്ട് മാറും, സിഗ്നിഫിക്കൻ്റ് ആയിട്ട് മാറും. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളാണ് ഐഡിയൽ ബിഹേവിയറിന് ഡീവിയേഷൻ ഉണ്ടാവാനുള്ള കാരണമെന്ന് പറയുന്നത്. അതായത് രണ്ട് ഫോൾട്ട് അസംഷൻസ് ഇൻ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്താ വരിക? Z less than 1 indicates gas is less compressible than expected from ideal behavior. Gas is more compressible than expected from ideal behavior. Ideal gas, B. all of the above. ഏതാണ്? Gas is more compressible than expected from ideal behavior എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് ടോപ്പിക്കാണ് വാണ്ടർ വാൾസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഫോക്കസ് ഏരിയയിൽ ഇത് ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളത് നോക്കാം. വാണ്ടർ വാൾസ് ഇക്വേഷൻ എന്ന് പറയുന്നത് രണ്ട് കറക്ഷൻസ് വഴി, നമ്മളിപ്പം കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിൽ രണ്ട് ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അവിടെയുള്ള ഓരോ സ്റ്റേറ്റ്മെൻറ്റിനെയും ഒന്ന് കറക്റ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്, വാണ്ടർ വാൾസ് ഇക്വേഷൻ കിട്ടുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വോളിയം കറക്ഷനാണ്. വോളിയം കറക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ ടോട്ടൽ വോളിയം എടുക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു ചാമ്പറിൻ്റെ ടോട്ടൽ വോളിയത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ നെഗ്ലിജിബിൾ ആണ്. ഓക്കെ, അപ്പം ഈ വോളിയം കറക്ഷനിൽ പറയുന്നത് മോളിക്യൂൾസ് ഓഫ് റിയൽ ഗ്യാസസ് പൊസസ് എ ഡെഫിനിറ്റ് വോളിയം. റിയൽ ഗ്യാസിൻ്റെ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡെഫിനിറ്റ് വോളിയം അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യാണ് ബി എന്ന് പറയുന്നതാണ് എഫക്റ്റീവ് വോളിയം ഓഫ് ദ മോളിക്യൂൾസ് പെർ മോൾസ് ഓഫ് ദ ഗ്യാസ്. നമ്മളെടുക്കുന്ന ഗ്യാസ് മോളിക്യൂൾസിൽ ബി എന്ന് പറയുന്നത് എഫക്റ്റീവ് വോളിയം ആണെന്നുണ്ടെങ്കിൽ, അപ്പോൾ നമുക്ക് അവിടെ പറയാൻ പറ്റുന്ന ഐഡിയൽ വോളിയം എന്ന് പറയുന്നത് ഈ ചാമ്പറിൻ്റെ വോളിയത്തിൽ നിന്ന് ഈ ഒരു വോളിയം കുറയ്ക്കുന്നതാണ്. ദാറ്റ് ഈസ് വി മൈനസ് ബി. അപ്പോൾ കറക്റ്റഡ് വോളിയം എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് കിട്ടും, വി മൈനസ് ബി എന്ന് പറയാൻ പറ്റും. ഇനി എൻ മോൾസിനാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, വി ഐ ഇസ് ഈക്വൽ ടു വി ഐഡിയൽ ഇസ് ഈക്വൽ ടു വി മൈനസ് എൻ ബി എന്ന് പറയാൻ പറ്റും. ഓക്കെ ആണോ? അപ്പോൾ എന്താ പറഞ്ഞത്, ഇഫ് ബി ഈസ് ദ എഫക്റ്റീവ് വോളിയം ഓഫ് ദ മോളിക്യൂൾ പെർ മോൾസ് ഓഫ് ദ ഗ്യാസ്, അതിലുള്ള മോളിക്യൂൾസിൻ്റെ എഫക്റ്റീവ് വോളിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പെർ മോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള എഫക്റ്റീവ് വോളിയാണ് ബി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഐഡിയൽ വോളിയം എന്ന് പറയുന്നത് എന്തെന്ന് പറയാം, ടോട്ടൽ വോളിയം വി മൈനസ് ബി എന്ന് പറയാം. ഇത് കറക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റഡ് വോളിയം എന്ന് പറയുന്നത് എന്താ കിട്ടുക, ഐഡിയൽ വോളിയം എന്ന് പറയുന്നത് ഈ ഒരു വി മൈനസ് ബി തന്നെയാണ്. ഇനി നമ്മൾ ഇത് 1 മോളിനാണ് എടുക്കുന്നത്. ഇനി n മോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെന്ന് പറയണം, വി ഐ ഇസ് ഈക്വൽ ടു വി മൈനസ് എൻ ബി എന്ന് പറയണം. ഓക്കെ ആണോ? ഈ ബി എന്ന് പറയുന്നത് ഇവിടെ എക്സ്ക്ലൂഡഡ് വോളിയാണ്. അത് ഞാൻ കാണിച്ചത് ഏതാണെന്നുള്ളത്. ഈ ബി എന്ന് പറയുന്നത്
എന്താണ് വരിക, അറൗണ്ട് 4 times the volume of ഗ്യാസ്. അത് നിങ്ങൾക്ക് ആവശ്യമില്ല, ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ബി എന്ന് പറയുന്നത് ആക്ച്വൽ വോളിയത്തിൻ്റെ 4 times ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, ഇനി നമ്മളൊരു ബൈമോളിക്കുലാർ കൊളീഷൻ കൺസിഡർ ചെയ്യുകയാണ്. രണ്ട് മോളിക്യൂൾ തമ്മിൽ കൊളൈഡ് ചെയ്യാണ്. ആ കൊളീഷനിൽ പങ്കെടുക്കുന്ന മോളിക്യൂളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 2r ആണ് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം ഈ ഒരു റേഡിയസ് ആണ് നമ്മൾ, അല്ലെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത് 2r എന്ന് പറയുന്നത്. അപ്പം ഇത് രണ്ടുമാണ് കൊളൈഡ് ചെയ്യുന്ന മോളിക്യൂൾ. ബാക്കി എക്സ്ക്ലൂഡ് ചെയ്യുന്ന വോളിയമാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്, എക്സ്ക്ലൂഡഡ് വോളിയം. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പ്രഷർ കറക്ഷൻ ആണ്. നമ്മൾ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിൽ പറഞ്ഞ രണ്ടാമത്തെ കാര്യമായിരുന്നു. അപ്പം കൈനറ്റിക് തിയറിയിൽ നമ്മൾ എന്താ പറഞ്ഞത്, ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് ഇൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾസ് ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്, ദെയർഫോർ ദേ ആർ ക്യാൻസൽഡ് ഈച്ച് അതർ. അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു മോളിക്യൂൾസിൻ്റെ ഇടയിൽ എന്തില്ല എന്നായിരുന്നു, നോ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരുന്നു. അപ്പോൾ ഇവിടെ പ്രഷർ കറക്ഷനിൽ നമ്മൾ പറയുന്നത് എന്താണ്, അവിടെ ഇന്റർമോളിക്കുലർ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ ഇടയിൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഉണ്ട്. അതെന്ത് ചെയ്യാണ്, ഈക്വലായിട്ട് ക്യാൻസൽ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു മോളിക്യൂൾ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ എന്താ സംഭവിക്കുക, ബട്ട് എ ഗ്യാസ് മോളിക്യൂൾ വിച്ച് ഈസ് ജസ്റ്റ് ഗോയിങ് ടു സ്ട്രൈക്ക് ദ വാൾ ഓഫ് ദ വെസൽ എക്സ്പീരിയൻസ് ആൻ ഇൻവേർട്ട് പുൾ ഡ്യൂ ടു ദ ഇംബാലൻസ്ഡ് അട്രാക്റ്റീവ് ഫോഴ്സ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു അവിടെ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞു മോളിക്യൂൾസിൻ്റെ ഇടയിൽ. അപ്പം ഈ മോളിക്യൂൾ പോയിട്ട് ഒരു വാളിൽ ഹിറ്റ് ചെയ്യുകയാണ്. ഒരു വാളിൽ ഹിറ്റ് ചെയ്യുന്ന സമയത്ത്, അഥവാ ആ ഒരു കണ്ടെയ്നറിൻ്റെ ചാമ്പറിൻ്റെ വാളിൽ പോയിട്ട് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ മോളിക്യൂളിന് എന്ത് ചെയ്യും, ഇൻസൈഡ് ദ ഗ്യാസ് ചാമ്പറിലുള്ള മറ്റു മോളിക്യൂൾസ് അട്രാക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഒരു മോളിക്യൂൾ വാളിൽ പോയിട്ട് ഹിറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും, ബാക്കിയുള്ള മോളിക്യൂൾസ് അതിനെ ഉള്ളോട്ട് പിടിച്ചു വലിക്കും. അപ്പോൾ അവിടെ ഒരു ഇൻബാലൻസ്ഡ് അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും, ഇംബാലൻസ്ഡ് അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ വാളിൽ ഇരിക്കുന്നതിൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഐഡിയൽ ഗ്യാസിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് വാള്. അപ്പോൾ ഇവിടെ ഒരു മോളിക്യൂൾ വന്നിട്ട് എന്ത് ചെയ്യാണ്, ഹിറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ മോളിക്യൂൾ മാത്രമാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഹിറ്റ് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും, മാക്സിമം ആയിരിക്കും. പക്ഷേ ഇവിടെ ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഉൾഭാഗത്തുള്ള വേറെ മോളിക്യൂൾസ് ഇതിനെ അട്രാക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ എഫക്റ്റീവ് പ്രഷർ, ഇത് വാളിൽ ഹിറ്റ് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കില്ല, ഇതൊറ്റക്ക് നോ ഇൻട്രാക്ഷൻസ് വഴി വന്ന് ഹിറ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല, അതൊന്നും കുറച്ച് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം ഇതൊരു ഈ ഒരു ഇൻട്രാക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു മോളിക്യൂൾ എന്ന് പറയുന്നത് ഇറ്റ് സ്ട്രൈക്ക് ദ വാൾ വിത്ത് ലെസ് മൊമെൻറ്റം കുറവായിട്ടാണ് എന്തായിരിക്കും ഇത് ഈ ഒരു വാളിൽ പോയിട്ട് ഹിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ നിന്നും കിട്ടുന്ന പ്രഷർ എന്ന് പറയുന്നത് ഐഡിയൽ പ്രഷറിനേക്കാൾ കുറഞ്ഞിട്ടുള്ളൊരു പ്രഷറായിരിക്കും. അപ്പോൾ നമുക്ക് എന്തെന്ന് എഴുതാം, പി ഐഡിയൽ എന്ന് പറയുന്നത് പി ഒബ്സർവ്ഡ് പ്ലസ് പി ഡാഷ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, പി ഒബ്സർവ്ഡ് പ്ലസ് പി ഡാഷ് എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ ആണോ? അപ്പോൾ ഈ പി ഡാഷ് എന്ന് പറയുന്നതാണെന്ത്, ഇവിടെ പ്രഷർ കറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഐഡിയൽ ഈസ് ഈക്വൽ ടു ഒബ്സർവ്ഡ് ആവണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ എന്തുണ്ടാവാൻ പാടില്ല, ഇന്റർമോളിക്കുലാർ അട്രാക്ഷൻ ഉണ്ടാവാൻ പാടില്ല. ഇവിടെ അട്രാക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഒരു പ്രഷർ കറക്ഷൻ ടേം എന്ത് ചെയ്യും, വരും. അപ്പോൾ ഇവിടെ പി ഡാഷ് എന്ന് പറയുന്നതാണ് പ്രഷർ കറക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ the attractive force exerted on a single molecule about to strike the wall is directly proportional to number of molecules per unit volume in a bulk of the gas. അപ്പോൾ നമ്മൾ പ്രഷർ കറക്ഷൻ ടേം കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സിംഗിൾ മോളിക്യൂളെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ മോളിക്യൂൾ എന്ത് ചെയ്യാണ്, വാളിൽ പോയിട്ട് ഹിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഹിറ്റ് ചെയ്യുന്ന മോളിക്യൂളിനെ എന്തൊക്കെയാണ് പ്രൊപ്പോർഷണൽ ആയിട്ടുണ്ടാവുക, അതിൻ്റെ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം. അതിന് ചുറ്റുമുള്ള ഒരു യൂണിറ്റ് വോളിയത്തിലെ നമ്പർ ഓഫ് മോളിക്യൂൾസിന് എന്ത് ചെയ്യും, അത് പ്രൊപ്പോർഷണൽ ആയിരിക്കും. മോളിക്യൂൾസിൻ്റെ എണ്ണം കൂടുക എന്ന് പറയുന്ന സമയത്ത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യും, കൂടും, അതിനെ പിടിച്ചു വെക്കുന്നത് കൂടും. ഓക്കെ, ദെൻ അതേപോലെ തന്നെ ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് സ്ട്രൈക്കിംഗ് ദ വാൾ ഈസ് പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം ഓഫ് ദ ഗ്യാസ്. അതായത് ഈ ഒരു കേസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് സ്ട്രൈക്ക് ചെയ്യാൻ പോകുന്നതിന് അതിന് ചുറ്റുമുള്ള ആളുകൾ പിടിച്ചു വെക്കുന്ന അട്രാക്റ്റീവ് ഫോഴ്സിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും, അഥവാ അവിടെയുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇനി നമ്പർ ഓഫ് മോളിക്യൂൾസ് സ്ട്രൈക്കിംഗ് ദ വാൾ, വാളിൽ പോയിട്ട് ഹിറ്റ് ചെയ്യുന്ന മോളിക്യൂൾസിൻ്റെത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം ഓഫ് ദ ഗ്യാസ്. ആ ഹിറ്റ് ചെയ്യുന്നതാണെങ്കിലും അതിന് ചുറ്റുമുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസിന് എന്തായിരിക്കും, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ,
അപ്പോൾ നമുക്ക് പറയാം ആ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയത്തിന് പ്രൊപ്പോർഷണലാണ്, അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, ഡെൻസിറ്റിക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാം. അതായത് കൂടുതൽ മോളിക്യൂൾസ് വരികയാണെങ്കിൽ അവിടെ ഡെൻസിറ്റി കൂടുമല്ലോ. അപ്പോൾ നമുക്ക് എന്തെന്ന് പറയാം, പ്രഷർ കറക്ഷൻ ഇസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ടോട്ടൽ അട്രാക്റ്റീവ് ഫോഴ്സസ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം, നമ്മളിപ്പം എ ബി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാളുകൾ എടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ N/V നമ്പർ ഓഫ് മോൾസ് പെർ വോളിയം അല്ലേ. അപ്പോൾ P ഡാഷ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു N/V ഇൻറ്റു N/V, അല്ലെങ്കിൽ നമുക്ക് P ഡാഷ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഡി സ്ക്വയർ, ഡെൻസിറ്റിൻ്റെ സ്ക്വയർ എന്ന് പറയാൻ പറ്റും. അത് നമുക്ക് എന്തെന്ന് എഴുതാം, ഇറ്റ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഡെൻസിറ്റി മാസ് ബൈ വോളിയാണ്, അല്ലെങ്കിൽ N²/V² എന്ന് വരും. അപ്പോൾ നമുക്ക് എന്തെന്ന് എഴുതാം, P ഡാഷ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു 1/V². അവിടെ നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി കൊണ്ടുവരുന്ന കോൺസ്റ്റൻ്റ് ആണ് എ എന്ന് പറയുന്നത്. ദറ്റ് ഈസ് P ഡാഷ് ഈസ് ഈക്വൽ ടു A/V² എന്ന് പറയാൻ പറ്റും. ഇവിടെ എ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. എ എന്ന് പറയുന്നത് നാച്ചർ ഓഫ് ഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ദെൻ വി ഈസ് ദ വോളിയം ഓഫ് ദ ഗ്യാസ്. അപ്പോൾ ഈ ഒരു P ഡാഷ് ഈസ് ഈക്വൽ ടു A/V² എന്ന് പറയുന്നതാണ് എന്ത്, പ്രഷർ കറക്ഷൻ ടേമായിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കറക്റ്റ് പ്രഷർ എന്നുള്ളത് എന്തെന്ന് എഴുതാം, PI ഈസ് ഈക്വൽ ടു P ഒബ്സർവ്ഡ് പ്ലസ് A/V² എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഈ ഒരു ടേം നമ്മൾ ഐഡിയൽ ഗ്യാസിലോട്ട് കൊടുക്കുകയാണ്. ഐഡിയൽ ഗ്യാസിലേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് എഴുതാം, നമുക്കറിയാം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത് PV ഈസ് ഈക്വൽ ടു nRT എന്ന് പറയുന്നതാണ്. ദാറ്റ് ഈസ് ഇവിടെ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രഷർ നമ്മൾ എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുക, P പ്ലസ് A/V² ഇൻറ്റു വി എന്ന് പറയുന്നതാണ് അടുത്ത ടേം. അവിടെ വോളിയത്തിലുള്ള കറക്ഷൻ V മൈനസ് B ഈസ് ഈക്വൽ ടു RT എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമ്മൾ N മോൾസിനാണ് കൺസിഡർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, P പ്ലസ് AN²/V² ഇൻറ്റു V മൈനസ് NB ഈസ് ഈക്വൽ ടു nRT എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഈ ഒരു ഇക്വേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വാൻ ഡെർ വാൾസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് റിയൽ ഗ്യാസ് ഒബേ ചെയ്യും ഓവർ എ വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഈ ഒരു ഇക്വേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വാൻ ഡെർ വാൾസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ എന്ന് പറയുന്നത്, P പ്ലസ് AN²/V² ഇൻറ്റു V മൈനസ് NB ഈസ് ഈക്വൽ ടു nRT എന്ന് പറയുന്നതാണ് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് എയുടെയും ബിയുടെയും യൂണിറ്റ് ആണ്. എ എന്ന് പറയുന്നത് നമുക്ക് എവിടെ നിന്ന് കിട്ടുക, P ഈസ് ഈക്വൽ ടു AN²/V² എന്ന് കിട്ടും. അതൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ A ഈസ് ഈക്വൽ ടു PV²/N² എന്ന് കിട്ടും. പ്രഷറിൻ്റെ യൂണിറ്റ് ATM ആണ്, വോളിയം ലിറ്റർ സ്ക്വയർ ആണ്, N എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ആണ്. അപ്പം ATM ലിറ്റർ സ്ക്വയർ ബൈ മോൾ സ്ക്വയർ എന്ന് കിട്ടും. അത് മോളിലേക്ക് പോകുമ്പോൾ മോൾ റൈസ് ടു -2 ആയിട്ട് മാറും. ഇനി യൂണിറ്റ് ഓഫ് ബി എന്ന് പറയുന്നത് ലിറ്റർ മോൾ ഇൻവേഴ്സ് ആണ്. ഇത് വോളിയത്തിൻ്റെ ടേം ആണ് അല്ലേ, നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം അല്ലേ വരുന്നത്. അപ്പം L ഈസ് ഈക്വൽ ലിറ്റർ മോൾ ഇൻവേഴ്സ് എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്താ വരിക, യൂണിറ്റ് ഓഫ് ബി ഇൻ വാൻ ഡെർ വാൾസ് ഇക്വേഷൻ ഈസ് ലിറ്റർ മോൾ ഇൻവേഴ്സ്, മീറ്റർ ക്യൂബ് മോൾ ഇൻവേഴ്സ്, ഡെസിമീറ്റർ ക്യൂബ് മോൾ ഇൻവേഴ്സ്. ഏതാ വരിക, ഓൾ ഓഫ് ദ എബോവ് ആണ് വരിക. ലിറ്റർ എന്ന് പറയുന്നത് മീറ്റർ ക്യൂബാണ്, ഡെസിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാലും എന്താണ്, ലിറ്റർ ആണ്. നമ്മൾ ബോയിൽസ് ലോയും ചാൾസ് ലോയും ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് നമുക്ക് ഈ യൂണിറ്റിൽ അതിന് വോളിയം തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഈ മൂന്നെണ്ണവും ഇതിൻ്റെ യൂണിറ്റ് ആണ് എന്ന് പറയാം. ഓക്കെ ആണോ? ദെൻ നെക്സ്റ്റ് വണ് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ ഈസ്, ഇതിലേതാണ് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ, ആൻസർ വരിക ഡി ആണ്. എ അല്ലാത്തതിന് കാരണം ഇവിടെ P മൈനസ് AN²/V എന്നാണ് നമ്മൾ പഠിച്ചത്, P പ്ലസ് AN²/V² എന്നാണ്. ഇവിടെ N² ഇല്ല, ഇവിടെ P പ്ലസ് AN²/V² ആണ്. അപ്പോൾ ഒന്നെങ്കിൽ ഇത് വരാം, അല്ലെങ്കിൽ P പ്ലസ് AN²/V² D വരാം. ഇനി ഇവിടെ നോക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ച് V മൈനസ് NB എന്നാണ്, ഇത് V പ്ലസ് NB ആണ്. അതേപോലെ nRT 0 എന്നാണ്. അപ്പോൾ C എന്ന് പറയുന്നത് വരില്ല, ഇവിടെ ഏതാ വരിക, ഓപ്ഷൻ D എന്ന് പറയുന്നതാണ് വരിക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. R is the universal gas constant in ideal gas equation. Write down the values of R in two different units എന്ന് പറഞ്ഞു.
അപ്പോൾ അതിൽ നമുക്ക് തന്നിട്ടുള്ളത് ഒന്ന് 0.0821 ആണ്, അത് ലിറ്റർ ATM പെർ കെൽവിൻ പെർ മോൾ ആണ്. മറ്റൊന്ന് ബാറിൽ തന്നിട്ടുണ്ട്, അത് 0.08314 ആണ്. നമ്മൾ പറഞ്ഞു 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോളും പറ്റും. രണ്ടാമത് ചോദിച്ചിട്ടുള്ളത് കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് 500 ml ഓഫ് ഓക്സിജൻ അറ്റ് 27 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 740 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആണ്, PV = nRT. ഇതിൽ നമുക്ക് തന്നിട്ടുള്ളത് വോളിയം തന്നിട്ടുണ്ട് 500 ml ആണ്, ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 27 ഡിഗ്രി സെൽഷ്യസ് ആണ്, പ്രഷർ തന്നിട്ടുണ്ട് 740 mmHg ആണ്. ഓക്കെ, അപ്പം ഇതിൽ PV = nRT. അതിൽ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ആണ്. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ ഗിവൺ മാസ് ബൈ മോളാർ മാസ് W/m ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് വോളിയം 500 ml, ദാറ്റ് ഈസ് 0.5 ലിറ്റർ ആണ്. ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ് ആണ്, ദാറ്റ് ഈസ് 27 + 273 = 300 കെൽവിൻ ആണ്. ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുള്ളത് പ്രഷറാണ്, ദാറ്റ് ഈസ് 740 mmHg ആണ്. 740 mmHg എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു 1 ATM = 760 mmHg ആണ്. അപ്പോൾ 740 mmHg എന്ന് പറയുന്നത് 740/760 = 0.974 ATM എന്ന് കിട്ടും. ദെൻ ഓക്സിജൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്സിജൻ്റെ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് 32 ഗ്രാം ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 1 ലിറ്ററിലും പ്രഷർ ATM-ലും ആണ്. അതുകൊണ്ട് നമ്മൾ ആറിൻ്റെ വാല്യൂ എടുക്കേണ്ടത് ATM-ലുള്ള വാല്യൂ ആണ്, ലിറ്റർ ATM-ലെ വാല്യൂ ആണ്. ദാറ്റ് ഈസ് ആറിൻ്റെ വാല്യൂ 0.081 ലിറ്റർ ATM പെർ കെൽവിൻ പെർ മോൾ എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് W = PVm/RT എന്ന് പറഞ്ഞ ഇക്വേഷനിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. P എന്ന് പറയുന്നത് എത്രയാണ്? 0.974 ആണ്. ഇൻറ്റു V എന്ന് പറയുന്നത് 0.5 ലിറ്റർ ആണ്, ദാറ്റ് ഈസ് ഇൻറ്റു 0.5 ഇൻറ്റു M എന്ന് പറയുന്നത് 32 ആണ്. ഓൾ ഡിവൈഡഡ് ബൈ ആറിൻ്റെ വാല്യൂ 0.081 ആണ്, ഇൻറ്റു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 300 കെൽവിൻ ആണ്. ആ ഒരു സമയത്ത് നമുക്ക് എന്ത് വാല്യൂ കിട്ടും? W = 0.632 ഗ്രാം എന്ന് കിട്ടും. ഓക്കെ ആണോ? എങ്ങനെയാണ് ഈ ഇവിടുന്ന് ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യാമെന്ന് മനസ്സിലായോ? അതിൽ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നത്, റിയൽ ഗ്യാസ് ഡസ് നോട്ട് ഒബേ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അണ്ടർ ഓൾ കണ്ടീഷൻസ്, എക്സ്പ്ലെയിൻ. അതിന് കാരണം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള രണ്ട് കാര്യമാണ്. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിലുള്ള 2 റോങ് അസംഷൻസ് ആണ്. അതിലൊന്നെന്ന് പറയുന്നത് ദ ആക്ച്വൽ വോളിയം ഓഫ് ദ മോളിക്യൂൾ ഈസ് നെഗ്ലിജിബിൾ കമ്പയർഡ് ടു ദ ടോട്ടൽ വോളിയം ഓഫ് ദ ഗ്യാസ് ആണ്. ദ നെക്സ്റ്റ് വൺ, ദർ ഈസ് നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ gaseous particle. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇത് നിങ്ങൾക്ക് എക്സാമിന് ഫോക്കസ് ഏരിയ ബേസ്ഡ് പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഫോക്കസ് ഏരിയയിൽ വരുന്നില്ല. ദെൻ തേർഡ് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല, ഫോക്കസ് ഏരിയയിൽ വരുന്നില്ല. ഇത് ഡാൾട്ടൺസ് ലോനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ദ ലോവസ്റ്റ് ഹൈപ്പോത്തറ്റിക്കൽ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഗ്യാസ് ഈസ് സപ്പോസ്ഡ് ടു ഒക്യുപ്പൈ 0 വോളിയം ഈസ് കോൾഡ് അബ്സല്യൂട്ട് 0 ടെമ്പറേച്ചർ. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾക്ക് ആവശ്യമുണ്ട്. Then ഈ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, given the relationship between molar mass of gas M and its density, how are the density of oxygen and CH4 related if they are kept in same temperature and pressure? അപ്പോൾ ഈ ഒരു ഭാഗവും നിങ്ങളെ ഫോക്കസ് ഏരിയയിൽ വരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. മോളാർ മാസ് നമ്മൾ കണ്ടുപിടിക്കാനും M = dRT/P എന്ന് പറഞ്ഞ ഇക്വേഷൻ യൂസ് ചെയ്യുക. നമ്മൾ പ്രഷറും ഡെൻസിറ്റിയും തമ്മിലുള്ളൊരു റിലേഷൻ നമ്മൾ പഠിച്ചില്ലേനോ, P = dRT/m എന്ന് പറഞ്ഞിട്ട്. അതിന് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്തതാണ് മോളാർ മാസ് = dRT/P എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മോളാർ മാസ് എന്ന് പറയുന്നത് ഡെൻസിറ്റിക്ക് എന്താണ്, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ നമ്മളോട് ഹൗ ആർ ദ ഡെൻസിറ്റി ഓഫ് ഓക്സിജൻ ആൻഡ് CH4 ആർ റിലേറ്റഡ് എന്ന് ചോദിച്ചു. അപ്പം ഇതിൻ്റെ തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ഇതിൻ്റെ റേഷ്യോ എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് മോളാർ മാസ് ഓഫ് ഓക്സിജൻ 32 ആണെന്ന് അറിയാം, മീഥേൻ എന്ന് പറയുന്നത് 16 ആണെന്ന് അറിയാം അല്ലേ. 16ൻ്റെ ഡബിൾ ആണ് എന്ത് വരുന്നത്, 32 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം കൂടെ പറയാം, ഓക്സിജൻ എന്ന് പറയുന്നത് എന്താണ്, മീഥേനേക്കാൾ 2 ടൈംസ് ഡെൻസറാണ്, ഡെൻസിറ്റി കൂടുതലാണ്. ദെൻ ഈ ഒരു റിലേഷൻ നമുക്ക് മോളാർ മാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെൻസിറ്റി എന്ന് കിട്ടി. സോ മോളാർ മാസ് ഓഫ് ഓക്സിജൻ ബൈ മോളാർ മാസ് ഓഫ് CH4 എന്ന് പറയുന്നത് റേഷ്യോ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്താൽ MO2/MCH4 = DO2/DCH2. ഈ ഡി എന്ന് പറയുന്നത് ഡെൻസിറ്റിയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഡെൻസിറ്റി കൊടുക്കുക, 32/16 = DO2/DCH4 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, DO2/DCH4 = 32/16 എന്ന് പറയുന്നത് 2 അല്ലേ, ആണോ അല്ലേ? DO2/DCH4 എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഡെൻസിറ്റി ഓഫ് ഓക്സിജൻ = 2 × ഡെൻസിറ്റി ഓഫ്
CH4. അതാണ് അവർ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? Yes, sir. Okay, sir. ഓക്കെ. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ, വൈ ഡു റിയൽ ഗ്യാസ് ഡീവിയേറ്റ് ഫ്രം ഐഡിയൽ ബിഹേവിയർ? നമ്മൾ മുകളിൽ ഡിസ്കസ് ചെയ്തു. റൈറ്റ് ദ കണ്ടീഷൻസ് അണ്ടർ വിച്ച് ഗ്യാസസ് ഡീവിയേറ്റ് ഫ്രം ഐഡിയാലിറ്റി. എപ്പോഴാണ്? ഹൈ പ്രഷർ ആൻഡ് ലോ ടെമ്പറേച്ചറാണ്. എപ്പോഴാണ് റിയൽ ഗ്യാസ് ഒബേ ഐഡിയൽ ബിഹേവിയർ? റിയൽ ഗ്യാസ് എപ്പോഴാണ് ഐഡിയൽ ബിഹേവിയർ കാണിക്കുക? അറ്റ് High temperature. ഹൈ ടെമ്പറേച്ചർ ആൻഡ് ലോ പ്രഷറാണ്. ഓക്കെ. അപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് കേട്ടോ. ഡിഫൈൻ ബോയിൽ പോയിന്റ്. ബോയിൽ പോയിന്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞത്. ബോയിൽ പോയിന്റ് അല്ലെങ്കിൽ ബോയിൽ ടെമ്പറേച്ചർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് റിയൽ ഗ്യാസ് ഒബേ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഓവർ ആൻ അപ്രീഷിയബിൾ റേഞ്ച് ഓഫ് പ്രഷർ ഈസ് കോൾഡ് ബോയിൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ബോയിൽ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 6th ക്വസ്റ്റ്യൻ, 4th ക്വസ്റ്റ്യൻ, 5th ക്വസ്റ്റ്യൻ, 6th ക്വസ്റ്റ്യൻ അതൊക്കെ നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ വരുന്നതാണ്. ഓക്കെ. ദെൻ ഈ ഒരു 7th ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ വരുന്നില്ല, ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൻ്റെ ഭാഗത്താണ്, അത് നിങ്ങൾക്ക് പഠിക്കാനില്ല. ദെൻ നെക്സ്റ്റ് വൺ, ഡിറൈവ് ആൻ ഇക്വേഷൻ റിലേറ്റിംഗ് മോളാർ മാസ് ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് വിത്ത് ഡെൻസിറ്റി. ഇത് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമാണ്. ഒരു ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. അപ്പം ഈ ഒരു 8th ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ട് വരുന്നതാണ്. ഓക്കെ. ദെൻ 9th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡാൾട്ടൺസ് ലോ പ്രകാരമുള്ളതാണ്, അത് നിങ്ങൾക്ക് ആവശ്യമില്ല. ദെൻ 10th ക്വസ്റ്റ്യൻ ഗേലുസാക്സ് ലോ, അത് നിങ്ങൾക്ക് പഠിക്കാനില്ല. ദെൻ 11th ക്വസ്റ്റ്യൻ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാനില്ല, പഠിക്കാനില്ല, ഫോക്കസ് ഏരിയയിലില്ല. ദെൻ 12th ക്വസ്റ്റ്യൻ 3 മാർക്കിന് ചോദിച്ചിട്ടുള്ളത് റൈറ്റ് ദ പോസ്റ്റുലേറ്റ്സ് ഓഫ് കൈനറ്റിക് മോളിക്കുലാർ തിയറി ഓഫ് ഗ്യാസ്. നമ്മൾ 7 പോസ്റ്റുലേറ്റ് പറഞ്ഞിട്ടില്ലായിരുന്നോ? 7 പറഞ്ഞു. അതിന് ഷോർട്ട് കട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു കാര്യമാണ് ഈ ഒരു 12th ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. അത് 3 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ദെൻ 13ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഫോക്കസ് ഏരിയയിൽ വരുന്നതാണ്. പ്രഷർ വോളിയം കർവാണ്. ഇവിടെ 3 കർവ് കാണുന്നുണ്ട്. ഈ പ്രഷർ വോളിയം കർവിൽ ടെമ്പറേച്ചർ ഏറ്റവും കൂടുതലുള്ള കർവ് മുകളിലും ടെമ്പറേച്ചർ കുറവുള്ള കർവ് താഴെയായിരിക്കും. അത് നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എന്നിട്ട് ഇങ്ങനെ ഒരു കർവ് വന്നാൽ നിങ്ങളോട് ചോദിക്കുന്നത് ഐഡൻറ്റിഫൈ ദ ലോ റെപ്രസെൻറ്റഡ് ബൈ ദ ഗ്രാഫ് ഗിവൺ എബവ്. ഏതാണ് വരിക? പ്രഷർ വോളിയം ബോയിൽസ് ലോ ആണ്. സ്റ്റേറ്റ് ദ ലോ സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ the volume of a fixed mass of a gas is inversely proportional to pressure. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം. Then write down the ideal gas equation and explain the term. Ideal gas equation PV is equal to nRT ആണ്. അതിൽ പ്രഷറിൻ്റെ ടേം, വോളിയം, നമ്പർ ഓഫ് മോൾസ്, ഗ്യാസ് കോൺസ്റ്റൻറ്റ് ആൻഡ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഓക്കെ. ദെൻ 14th ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ വരുന്ന ക്വസ്റ്റ്യൻ അല്ല, അതുകൊണ്ട് നമുക്ക് ഒഴിവാക്കാം. Then 15th question, an ideal gas is one which obey gas laws. Derive an ideal gas equation. Ideal gas equation എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുക എന്നുള്ളത് ഞാൻ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പം ആ ഒരു കാര്യം പഠിച്ചു വെക്കുക കേട്ടോ. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്താണ്? At 27 degrees Celsius a gas was compressed to half of its volume. To what temperature it must be heated so that it would occupy double of its original volume. ഇവിടെ ടെമ്പറേച്ചറും വോളിയവും മാത്രമാണ് നമുക്ക് ഫാക്ടേഴ്സ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് ഏതാണ്? ടെമ്പറേച്ചറും വോളിയവും തരികയാണെന്നുണ്ടെങ്കിൽ V1/T1 equals V1/T1 equal to V2/T2. ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ചാൾസ് ലോ ആണ് കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതാണ് നമ്മൾ T1 എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് T1 ഈസ് ഈക്വൽ ടു 27 ഡിഗ്രി സെൽഷ്യസ് അഥവാ 300 കെൽവിൻ എന്ന് പറയുന്നത്. 27 ഡിഗ്രി സെൽഷ്യസ് ദ ഗ്യാസ് വാസ് കംപ്രസ്ഡ് ടു ഹാഫ് ഓഫ് ഇറ്റ്സ് വോളിയം. അപ്പം അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്തായി? ഹാഫ് ഓഫ് ഇറ്റ്സ് വോളിയം കംപ്രസ് ചെയ്ത് പകുതിയാക്കി വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് V ഈസ് ഈക്വൽ ടു Z/2 അല്ലെങ്കിൽ നമുക്ക് V/2 എന്ന് എടുക്കാം. ദെൻ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ടു വാട്ട് ടെമ്പറേച്ചർ ഇറ്റ് മസ്റ്റ് ബി ഹീറ്റഡ്. ഏത് ടെമ്പറേച്ചർ വരെ ഹീറ്റ് ചെയ്യണം? സോ ദാറ്റ് ഇറ്റ് വുഡ് ഓക്യുപ്പൈ ഡബിൾ ഓഫ് ഇറ്റ്സ് ഒറിജിനൽ വോളിയം. അപ്പോൾ ഒറിജിനൽ വോളിയം ഇവിടെ Z ആക്കിയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പം 27 ഡിഗ്രിയിൽ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് Z/2 ആണ്.
ദെൻ നമ്മൾ ഏത് ടെമ്പറേച്ചർ വരെ ഹീറ്റ് ചെയ്യണം ആ ഒരു വോളിയം ഡബിൾ ആവണം എന്നുള്ളത്. അപ്പോൾ V2 എന്ന് പറയുന്നത് ഫൈനൽ വോളിയം എന്ന് പറയുന്നത് ഇസഡിൻ്റെ ഡബിൾ ആയിരിക്കും, 2Z ആണ്. ദെൻ ടെമ്പറേച്ചർ എത്രയെന്ന് ചോദിച്ചത്. അപ്പോൾ നമ്മൾ V1/T1 = V2/T2. ദെൻ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ 1200 എന്ന് കിട്ടും. ഓക്കെ, ആ ഒരു രീതിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ദെൻ ഇതിലെ C ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്തതാണ്, അതുകൊണ്ട് അത് പഠിക്കേണ്ട. ദെൻ ideal gas equations is true for ideal gas equation is true for ideal gas only. There is a modification from ideal gas equation applicable to all gases. Give the name of the modified form of ideal gas equation and return it. എന്ന് പറയുന്നത് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ ആണ്. അത് നമ്മളിപ്പം പറഞ്ഞു, P+n²/V² × V - NB = nRT എന്ന് പറയുന്നത്. ഇതിലെ B ക്വസ്റ്റ്യനും C ക്വസ്റ്റ്യനും ഫോക്കസ് ഏരിയയിലില്ല, അതുകൊണ്ടത് നോക്കണ്ട. ദെൻ 17th ക്വസ്റ്റ്യൻ മനസ്സിലാവുന്നില്ലേ പറയുന്നത്? Yes, sir. Sir. Okay. The kinetic molecular theory provides a theoretical basis on experimentally observed fact related to gas. Which one of the following statement is correct regard to the gaseous state? അപ്പം ഈ ഒരു കാര്യം നമ്മൾ കൈനറ്റിക് മോളിക്കുലാർ തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ്. അതിൻ്റെ പോസ്റ്റുലേറ്റ് ആണ്. ഇതിൽ കറക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, ഒന്നാമത്തേത് മോളിക്യൂൾസ് ആർ ഫിക്സഡ് പൊസിഷൻ, അതെല്ലാം മോളിക്യൂൾസ് ആർ ഇൻ കോൺസ്റ്റന്റ് റാൻഡം മോഷൻ. അപ്പോൾ അതാണ് ആൻസർ വരിക കേട്ടോ, ബി ആണ് വരിക. ദെൻ എ സാമ്പിൾ ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് occupies a volume of 300 ml at 1.2 bar pressure and 5 degrees Celsius. Calculate its volume at 0.5 bar pressure and 70 degree Celsius. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണോ തന്നത് അത് ബേസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യാനുള്ള ഇക്വേഷൻ എടുക്കേണ്ടത്. എ സാമ്പിൾ ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് occupy a volume of 300 ml, വോളിയം തന്നിട്ടുണ്ട്, 1.2 bar പ്രഷർ തന്നിട്ടുണ്ട്, ആൻഡ് 5 degree Celsius ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ വോളിയം, V2 ആണ് ചോദിച്ചത്, അറ്റ് 0.45 bar പ്രഷർ P2 തന്നിട്ടുണ്ട്, ആൻഡ് 70 degree Celsius T2 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. അത് റീഅറേഞ്ച് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിലുള്ള ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യേണ്ടത്, ചെയ്യേണ്ടത്. ഇവിടെ പ്രഷറിന് ATMലേക്ക് മാറ്റണ്ട, വേണ്ട, കാരണം നമുക്ക് രണ്ട് പ്രഷറും തന്നത് ബാറിലല്ലേ. കാരണം ഇതിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് വാല്യൂസ് വെട്ടിപ്പോവും. വോളിയം ലാസ്റ്റ് ലിറ്ററിൽ മാത്രമായിരിക്കും, അല്ലെങ്കിൽ മില്ലി ലിറ്ററിൽ മാത്രമായിരിക്കും നമുക്ക് കിട്ടുക, അല്ലേ? റീഅറേഞ്ച് ചെയ്ത് നോക്ക്. V2 = P1V1T2/P2T1 എന്നല്ലേ. അപ്പോൾ അവിടെ ടെമ്പറേച്ചർ മുകളിലും താഴത്തും വരുന്നുണ്ട്, അത് കട്ടായി പോവും. പ്രഷർ മുകളിലും താഴത്തും വരുന്നുണ്ട്, അതും കട്ടായി പോവും. പിന്നെ ആകെ വോളിയത്തിൻ്റെ യൂണിറ്റ് മാത്രമല്ലേ അവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ പ്രഷറിൻ്റെ യൂണിറ്റ് മാറ്റേണ്ട ആവശ്യമില്ലല്ലോ, ഒരേ സെയിം യൂണിറ്റിലല്ലേ രണ്ടും തന്നത്. ഓക്കെ ആണോ? ഓക്കെ, അപ്പം 2015 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്ത് തന്നു.